റസൂല് ആകാശലോകത്ത് എന്നപ്പോൾ ഖിയാമിൽ തന്നെ നിൽക്കുന്ന മലക്കുകൾ ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയേ, ഈ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ ഇതേ നൃത്തം തന്നെയാണ്. അവർക്ക് ക്ഷീണമില്ല, അവർക്ക് ഉറക്കില്ല, അവർക്ക് ഭക്ഷണമില്ല, മലമൂത്ര വിസർജനമില്ല. അങ്ങനത്തെ ഒരു വിഭാഗമാണ് മലക്കുകൾ. അവർ എന്നെന്നും ഖിയാമിൽ തന്നെയാണ്. എന്തൊരു സൗഭാഗ്യവാന്മാർ! ഖിയാമത്ത് നാൾ വരെ ഒരേ നൃത്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും നമ്മുടെ ജീവിതത്തിൽ അല്പസമയമെങ്കിലും അങ്ങനെ നിന്നുകൊണ്ട് മലായിക്കത്ത് സർവാധിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്നത് പോലെ കൈകെട്ടി നിൽക്കാൻ നമുക്ക് അവസരം കിട്ടുന്നത് മലായിക്കത്തുമായിട്ടൊരു അനുകരണം ഉണ്ടാവുകയാണ്. മലായിക്കത്തിന്റെ ദറജ അല്പസമയമെങ്കിലും നമ്മൾ നിലനിർത്തുകയാണ്. പിന്നെ നബി തങ്ങൾ കാണുന്നു, കുറെ മലക്കൾ റുക്കൂഇലാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, നബിയേ, ഈ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ റുക്കൂഇൽ തന്നെയാണ്. അത് കണ്ടപ്പോ നബി ആഗ്രഹിച്ചു പോയി, പടച്ചവനെ, എന്തൊരു സൗഭാഗ്യവാന്മാർ! അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ റുക്കൂഴ് ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിസ്കാരത്തിൽ റുക്കൂഴ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാം, ആകാശലോകത്തുള്ള മലായിക്കത്ത് അള്ളാന്റെ മുമ്പിൽ വിനയാന്വിതരായി തലകുനിച്ച് നിൽക്കുന്നത് പോലെ നമ്മളും അതാ അല്പസമയം റുക്കൂഴിൽ നിന്നുകൊണ്ട് പടച്ച റബ്ബിന്റെ മലക്കുമായിട്ട്, മലക്കിന്റെ ദറജയുമായിട്ട് നമ്മൾ യോജിച്ചു പോവുകയാണ്. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ സുജൂദിലേക്ക് പോവുകയാണ്. സുജൂദിലേക്ക് പോയാൽ അങ്ങനെയും കുറെ മലക്കുകൾ ആകാശലോകത്തുണ്ട്. അവരെപ്പോഴും സുജൂദിലാണ്. ഖിയാമത്ത് നാൾ വരെ സുജൂദിലാണ്. ചില ആളുകൾ ഇടയിലെ ഇരുത്തമുണ്ടല്ലോ, അതുപോലെ തന്നെയുള്ള വ്യത്യസ്തമായ ആകാശലോകത്ത് മലായിക്കത്ത് എന്തെല്ലാം ഇബാദത്ത് ചെയ്യുന്നുണ്ടോ, ആ ഇബാദത്തുകൾ മുഴുവനും ഒരുമിച്ചുകൂടിയ സമുച്ചയമാകുന്നു നിസ്കാരം. മലായിക്കത്തിന്റെ എല്ലാം ഉണ്ട് ഇതിൽ. മലായിക്കത്ത് ചെയ്യുന്ന എല്ലാ ഇബാദത്തും നിസ്കാരത്തിലുണ്ട്. റുക്കൂഉണ്ട്, സുജൂദുണ്ട്, ഇഅ്തിദാലുണ്ട്, അത്തഹിയാത്തുണ്ട്. ആ രൂപത്തിലാണ് മലായിക്കത്ത് ആകാശലോകത്ത്. നിസ്കരിക്കുമ്പോൾ അതെല്ലാം ഓർമ്മ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നിങ്ങളെ നിസ്കാരം നാഥനിലേക്കുള്ള മേറാജായി മാറും. സംശയം വേണ്ട. ഇതൊക്കെ ബോധം വേണം നിസ്കരിക്കുമ്പോൾ. ഖിയാമിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇത് മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നിൽക്കുന്ന നൃത്തമാണ്. കഴിഞ്ഞില്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഓതിയൊരായത്ത്, ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവം അല്ലാഹ്ക്ക് സാഷ്ടാംഗം ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. സൂറത്തുർ റഹ്മ, വശജറു യസ്ജുദാൻ വസ്സമാഅ റഫഅഹാ വവളഅൽ മീസാൻ വന്നജ്മു വശജറു, വള്ളികൾ, വന്നജ്മു നക്ഷത്രങ്ങൾ, വന്നജ്മു വശജറു മരങ്ങളും അതുപോലെ വള്ളികളും നക്ഷത്രങ്ങളുമൊക്കെ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യുന്നു. വള്ളികളും കാടുകളും മരങ്ങളും സുജൂദ് ചെയ്യുന്നു. അതിന്റെ അർത്ഥം അതൊക്കെ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെ ഇബാദത്തും ഒതുങ്ങിയിട്ടുണ്ട്. മഹാന്മാര് പറയുകയാണ്, ഒരു മനുഷ്യൻ ഖിയാമിൽ നിൽക്കുമ്പോൾ അത് മനുഷ്യന്റെ സ്വഭാവമാണ്. നേരെ ഖിയാമിൽ നമ്മൾ മനുഷ്യന്മാരുടെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നു. റുക്കൂഇലേക്ക് പോകുമ്പോഴോ റുക്കൂ ആരുടെ പ്രത്യേകതയാണ്? നാൽക്കാലികളുടെ രൂപമാണ് റുക്കൂഇ. നാൽക്കാലികൾ അങ്ങനെയല്ലേ? റുക്കൂഇന്റെ സമയത്ത് നാൽക്കാലികളും അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. അവരുടെ ഇബാദത്തിനോട് സാമ്യം വരുന്നു. സുജൂദിൽ കിടക്കുമ്പോഴോ പടർന്നു പിടിച്ച പുല്ലുകളും വള്ളികളും, മത്തന്റെയും കുമ്പളങ്ങയുടെയൊക്കെ വള്ളി കണ്ടില്ലേ, അതുപോലെ പടർന്ന് ഭൂമിയിൽ പടർന്നു കിടക്കുന്നത് പോലെ സുജൂദിൽ നമ്മൾ ഭൂമിയിൽ കിടക്കുകയാണ്. അങ്ങനെ മനുഷ്യന്റെ പ്രത്യേകതയുള്ള ഖിയാം, നാൽക്കാലികളുടെ പ്രത്യേകതയുള്ള റുക്കൂഅ്, വള്ളികളുടെ പ്രത്യേകതയുള്ള സുജൂദ്, എല്ലാ വസ്തുക്കളുടെയും ഇബാദത്ത് ഒരുങ്ങിയിരിക്കുന്നു നമ്മുടെ നിസ്കാരത്തിൽ. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാകുന്നു. അതിനേക്കാൾ വലുതൊന്നും ചെയ്യാനില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ നിസ്കാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇമാമ നിന്നുകൊണ്ട് ആദ്യമായി നിർവഹിച്ച് കാണിച്ചു കൊടുത്ത നിസ്കാരം. അതിലേറെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം എന്താണ്? ഏറെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം, നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഞാൻ എവിടെ നിൽക്കണം എന്ന ഒരു ചിന്ത വേണം. ഞാൻ എവിടെ നിൽക്കണം? എന്റെ മുമ്പിൽ സത്യമുണ്ട്, എന്റെ മുമ്പിൽ അസത്യമുണ്ട്, സ്വർഗമുണ്ട്, അതുപോലെ തന്നെ നരകമുണ്ട്, നുണ പറയലുണ്ട്, നേര് പറയലുണ്ട്,
ദുനിയാവിനോടുള്ള ആർത്തിയുണ്ട്, പരലോകത്തോടുള്ള മഹബത്തുണ്ട്. ഇങ്ങനെ എല്ലാ വിപരീത കാര്യങ്ങളും വെച്ച് നിർത്തിയിട്ട് ഒരു മോമിനായ മനുഷ്യൻ നിൽക്കുമ്പോൾ ഞാൻ എവിടെ നിൽക്കണം? ഞാൻ സത്യത്തിന്റെ കൂടെ, ഞാൻ അസത്യത്തിന്റെ കൂടെയില്ല. ഞാൻ സ്വർഗത്തിന്റെ കൂടെ, ഞാൻ ഒരിക്കലും നരകത്തിന്റെ കൂടെയില്ല. ഞാൻ ദീനിന്റെ കൂടെ, ഞാൻ ഒരിക്കലും ദുനിയാവിന്റെ കൂടെയില്ല. ഞാൻ ഖൈറിന്റെ കൂടെയാണ്, ഞാൻ ഷർറിന്റെ കൂടെയില്ല. ഞാൻ സത്യത്തിന്റെ കൂടെയാണ്, അസത്യത്തിന്റെ കൂടെയില്ല. ഞാൻ ക്ഷമയുടെ കൂടെയാണ്, ഞാൻ അവിവേകത്തിന്റെ കൂടെയല്ല. ഞാൻ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന കൂട്ടത്തിലാണ്, ഞാൻ അത്യാർത്തിയുടെ കൂട്ടത്തിലല്ല. ഇതാണ് ആ ഖിയാമിൽ നിൽക്കുമ്പോൾ ഞാൻ നേരെ നിൽക്കുകയാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ മതത്തിൽ ചായുകയില്ല, ഞാൻ ഹക്കായ മാർഗത്തിൽ നിന്ന് വഴിതെറ്റുകയില്ല എന്നുള്ള ആ നേർക്ക് നേരെയുള്ള നൃത്തം സത്യത്തിൽ ഉറച്ചുള്ള നൃത്തത്തിനുള്ള പ്രചോദനമാണ്. അതൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കണം നിന്റെ ഖിയാം. മാത്രമല്ല, നിസ്കാരത്തിൽ മറ്റൊരു ബന്ധമുണ്ട്. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ ഭംഗിയുള്ള നിസ്കാരത്തിൽ മഹാന്മാരുമായിട്ടുള്ളൊരു വലിയ ബന്ധം. സ്വർഗത്തിന് എത്ര കവാടങ്ങളാണ്? എത്ര കവാടങ്ങളാണ്? 8 കവാടങ്ങളാണ്, അല്ലേ? സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ജീവിതത്തിൽ 5 നേരം നിങ്ങൾ രാവും പകലും ചെയ്യുന്ന ഇബാദത്ത്, അതിനെപ്പറ്റി കുറെ ബോധമുണ്ടായാൽ, അല്പമെങ്കിലും ഒന്ന് ഖൗഫ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ശരിയായി പോയിക്കോളും. ഇതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. മുമ്പൊരു വയല് കേട്ടിട്ട് ഒരാൾക്ക് ഭയങ്കര കടബാധ്യത, ഒരുപാട് സ്ഥലത്ത് കടം, വണ്ടി എടുത്തോട്ട് അടവ് പൈസ തെറ്റി വണ്ടി പിടിച്ചുകൊണ്ടേ, മാസം മാസം അടക്കേണ്ട കാശ് അടക്കാൻ പറ്റാതെ വന്നപ്പോ വണ്ടി പിടിച്ചു. വണ്ടിക്ക് ഒരുപാട് അടവിന്റെ പൈസയുണ്ട്, പല ആളുകൾക്കും കടം കൊടുക്കാനുണ്ട്. ഓരോരുത്തരും ഫോൺ ചെയ്ത് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അവസാനം ഫോണിന്റെ ചിപ്പ് എടുത്ത് വലിച്ചെറിഞ്ഞു. സിമ്മ് ആരും വിളിക്കൂലല്ലോ. ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് എന്നോട് സങ്കടം പറഞ്ഞു. ഇങ്ങനെ വളരെ കഷ്ടപ്പാടുണ്ട്, വിഷമമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, 5 നേരം നിസ്കരിച്ച് പടച്ച റബ്ബിനോട് പറയണില്ല? നിസ്കാരമൊക്കെ നിർത്തി. അതിനോട് നിസ്കാരമെല്ലാം നിർത്തി, ആകെ ടെൻഷനാണ്, പ്രയാസമാണ്, നിസ്കരിക്കില്ല. തിരക്കില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ നിസ്കാരമെല്ലാം പ്രയാസം ഉണ്ടാവുമ്പോ നിസ്കാരമായിട്ട് അടുക്കല്ല വേണ്ട, എന്തേ നിർത്തിയത്? ഖുർആനിലുണ്ടല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. വൈലെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്കാണ്. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ അന്തം വിട്ട് ശ്രദ്ധയില്ലാതെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ വൈല്. ആ നരകത്ത് കടക്കണ്ടെന്ന് കരുതി തൽക്കാലം ഞാൻ ഈ കടക്ക് വിടുന്നവരെ നിസ്കാരം പ്രത്യേകിച്ച്. ഇത് വെറുതെ തമാശ അല്ല, കാര്യം ഒരാളിനോട് പറഞ്ഞാൽ. അപ്പൊ നിസ്കരിക്കില്ല, ഇപ്പൊ ശ്രദ്ധ കിട്ടുന്നില്ല, അവിടെയും കൊടുക്കാനും ഇവിടെയും കൊടുക്കാനും ഫോൺ നിരന്തരമായിട്ട് വരുന്നു. പിന്നെ നിസ്കാരത്തിൽ അശ്രദ്ധനാവും. അശ്രദ്ധനായി നിസ്കരിച്ച നരകത്ത് പോവും. വൈലെന്ന് പറയുന്ന നരകം നിർത്തിവെച്ച്. അതിനുള്ള പ്രതിവിധി അതല്ല. നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഖൗഫ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിസ്കരിച്ചുകൊണ്ടേയിരിക്കണം. നിസ്കാരം വർദ്ധിപ്പിക്കണം. ചില ആളുകൾ പറയും നിസ്കാരത്തിൽ ഖൗഫ് കിട്ടുന്നില്ല, ഭക്തി വരുന്നില്ല, ഒരു ഏകാഗ്രത കിട്ടുന്നില്ല എന്നൊക്കെ സങ്കടം പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതാ നിസ്കാരം നിർത്തിയേക്കല, കുറച്ചു കാലത്തേക്ക് ഭക്തിയെല്ലാം സ്വരൂപിച്ചിട്ട് ചാർജായിട്ട് പിന്നെ നിസ്കരിക്കാനാ? അല്ല, നിസ്കാരം അങ്ങനെ നിസ്കരിക്കുന്നേ. ഖൗഫ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിസ്കാരം കെട്ട് വർദ്ധിപ്പ്. ഞാൻ വിടൂല, ശൈത്താനതിന്റെ പിന്നിൽ. എന്റെ നിസ്കാരത്തിൽ ഖൗഫില്ലാതെ ഭക്തിയില്ലാതെ ആക്കുന്ന പിശാചാണ്. അതുകൊണ്ട് ധാരാളമായി അങ്ങ് നിസ്കരിക്കും. കുറെ അങ്ങ് ശരിയാവുമ്പോൾ ലെവലായിട്ടിടും. ഈ സൈക്കിളൊക്കെ ഓടിച്ച് പഠിക്കുന്നുണ്ടില്ല നിങ്ങൾ? സൈക്കിളൊക്കെ ഓടിച്ചു പഠിക്കുന്ന സമയത്ത് ഇവിടുന്നാണ് ഒരു അങ്ങോട്ട് മറിഞ്ഞു പോകും, പിന്നെ അപ്പുറത്തുനിന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് പോകും, പിന്നെ ഒന്ന് തെറ്റി ഊരങ്ങോട്ടായി. ഇതന്നെ പണി. എന്നെ കൊണ്ടാവില്ല, ഇത് ശരിയാണില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഓന് സൈക്കിൾ ഓടിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വീണാലും ശരി, കാല് പൊട്ടിയാലും ശരി, കുത്തിയാലും ശരി, പിന്നെയും ഇങ്ങനെ ഉണ്ടാവുമ്പോ പിന്നെ നല്ല ലെവൽ. ഏത് ടൗണിലൂടെയും ഏത് തിരക്കിനിടയിലൂടെയും മുമ്പുള്ള സൈക്കിളായിട്ട് അങ്ങനെ ഒരുപാട്. അതേ മോഡലിന് നിസ്കാരം. ഖൗഫ് കുറച്ച് കിട്ടും, ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ചിന്ത വരും. ഇപ്പൊ നിസ്കാരം കുറക്കല്ല. ഫർള് നിസ്കരിക്കുമ്പോൾ തോന്നും ഒരു ശരിയായ രൂപത്തിൽ ഖൗഫ് കിട്ടിയില്ല, ഞാൻ സുന്നത്ത് നിസ്കരിച്ചണ്ട, ഖൗഫില്ലാതെ നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അത് ചെയ്താനാ ആ സുന്നത്ത് മടക്കാൻ. ഖൗഫ് കിട്ടുന്നില്ലെങ്കിൽ സുന്നത്ത് നിസ്കാരം കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക. അങ്ങനെ വർദ്ധിപ്പിച്ച് ഖൗഫ് ഉണ്ടാക്കുക ചെയ്യേണ്ടത്. ഞാനിത് പറയുന്നത് നിസ്കാരത്തിന്റെ കാര്യങ്ങളും അതിന്റെ ശ്രദ്ധയൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊന്നും നിസ്കരിക്കാൻ ഏതായാലും ആവില്ല എന്ന് ചിന്തിക്കരുത്, മറിച്ച് ചിന്തിക്കരുത്. ഒരു മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിന് 8 കവാടങ്ങളാണ്. 8 കവാടങ്ങൾ ഈ മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ഫാത്തിഹ സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോഴേക്കും 8 കവാടങ്ങൾ തുറക്കപ്പെടുന്നു.
നിസ്കരിക്കാൻ നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന 8 കവാടം നിങ്ങൾക്കറിയുമോ? ഒന്നാമതായി വജ്ജഹുത്തു പ്രതിജ്ഞ കഴിഞ്ഞാൽ പിന്നെ അവൻ എന്താ ചൊല്ലുന്നത്? വജ്ജഹുത്തു കഴിഞ്ഞാൽ പിന്നെന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് ചെല്ലാൻ മറക്കരുത്. ശൈത്വാനെ തൊട്ട് കാവലിനെ തേടണം. നമസ്കാരത്തിൽ വല്ലാതെ ശൈത്താന്റെ അടങ്ങേറുണ്ടാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് പടച്ചവനോട് ഞാൻ കാവലിനെ തേടുന്നു. അഊദു ബില്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ കാവലിനെ തേടുന്നു. മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയോടിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട്, ശപിക്കപ്പെട്ട ശൈത്വാനെ തൊട്ട് പടച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ ഈ നിസ്കരിക്കുന്ന മനുഷ്യനിക്കൊരു തിരിച്ചറിവുണ്ടാവുകയാണ്. എല്ലാവർക്കും അഭയം കൊടുക്കുന്നവൻ റബ്ബ് മാത്രമാണ്. ശൈത്വാന്റെ ശർറുകളെ തൊട്ട് അഭയം തരുന്നവനും അല്ലാഹുവാണ്. എനിക്ക് സംരക്ഷണം തരുന്ന, എനിക്ക് അഭയം തരുന്ന റബ്ബുണ്ടെന്നവൻ വിശ്വസിക്കുമ്പോൾ ബാബുൽ മഅരിഫത്ത്, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുക, അറിയുക എന്ന് പറയുന്ന മഅരിഫത്തിന്റെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു. മഅരിഫത്ത്, അള്ളാഹിനെ മനസ്സിലാക്കുക, എനിക്ക് അഭയം തരുന്ന റബ്ബ്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവല ചോദിക്കുന്നു. ഏത് ഷർറിൽ നിന്നും കാക്കാൻ കഴിയുന്നവൻ അള്ളാഹുവാൻ. അങ്ങനത്തെ റബ്ബിനെ പറ്റി തിരിച്ചറിയുമ്പോൾ ബാബുൽ മഅരിഫത്ത്, മഅരിഫത്തിന്റെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടും. ശരിക്കും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കവാടം ഏതാണ്? ബാബുൽ മഅരിഫത്ത്, മഅരിഫത്തിന്റെ കവാടം. രണ്ടാമതായിട്ട് അവൻ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ബിസ്മില്ലാഹ്, വലിയ ശക്തിയുള്ള ദിക്റാണത്. ഏത് സമയത്തും ഒരു മനുഷ്യൻ ധാരാളമായി ഉച്ചരിക്കുന്നത് ബിസ്മില്ലയാണ്. അതിന്റെ മഹത്വം പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്ന ബിസ്മില്ലാ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദിക്റാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ്, വീട്ടിൽ കയറുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ്, സദഖ കൊടുക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റാണ്, എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ചെല്ലേണ്ട ദിക്റാണ്. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ബാബു ദിക്ർ, ദിക്റിന്റെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു. രണ്ടാമത്തെ കവാടതാണ് ബാബു ദിക്ർ, ദിക്റിന്റെ കവാടം ബിസ്മിയിലൂടെ തുറക്കപ്പെട്ടു. ഇനി എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഈ ലോകത്തെ മുഴുവനും സംരക്ഷിക്കുന്ന റബ്ബിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സൃഷ്ടാവിനാണ്. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന കവാടം ഏതാണ്? ആലോചിച്ചോ. ബാബു ശുക്ർ, നന്ദിയുടെ ശുക്ർ, നന്ദിയുടെ ബാബു അല്ലെ? അൽഹംദുലില്ലാ, നന്ദിയുടെ വാക്കാണത്. പടച്ചവനെ, നിനക്കാണ് സർവസ്തുതിയും. ഈ അവസ്ഥയിലെത്തിച്ചത് നീയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ശുക്രിന്റെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. പിന്നെ പറയുന്ന ഏതാണ്? അർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ, അവൻ ദുനിയാവെന്ന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന പരമകാരുണികനാണ്, അളവറ്റ ദയാപരനാണ്. അള്ളാഹു വിശാലമായ കാരുണ്യമുള്ളവനാണ്. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ പറ്റി പറയുമ്പോൾ അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്ന കവാടം ഏതാണ്? ബാബു റജാ, പ്രതീക്ഷയുടെ കവാടം. പ്രതീക്ഷയുടെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. പിന്നെ പറയുന്ന എന്താണ്? മാലിക് യൗമിദ്ദീൻ, ഞെട്ടിപ്പിക്കുന്ന ആയത്താണത്. മാലിക് യൗമിദ്ദീൻ, പ്രതികാര ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു, പ്രതികാര ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു. അല്പസമയം മുഅ്മിനീങ്ങളെ ഒന്ന് ചിന്തിക്കണം. 5 നേരം നിങ്ങൾ പറയുന്ന ഒരു പദമാണിത്, 5 നേരം നിങ്ങൾ ഓതുന്ന ആയത്താണിത്. ആവർത്തിച്ചോതുന്നു. മാലിക് യൗമിദ്ദീൻ, പ്രതികാര പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ്. എന്താ പ്രതികാര ദിവസം എന്ന് പറഞ്ഞാൽ? അള്ളാഹു ശരിക്ക് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാണ്ട്. ഇപ്പൊ നമ്മളെ അള്ളാഹു തആല അഴിച്ചു വിട്ടേക്കാണ്. എന്തും ചെയ്യാം, നല്ലതും ചെയ്യാം, ചീത്തയും ചെയ്യാം, ഖൈറും ചെയ്യാം, ഷർറും ചെയ്യാം. പക്ഷേ പരലോകത്തെത്തിയാൽ എന്താ കഥ?
പരലോകത്തെത്തിയാൽ അണുമണിത്തൂക്കത്തിന് വില കൽപ്പിച്ചുകൊണ്ട് കിടുകിട വറപ്പിച്ചുകൊണ്ട് അള്ളാഹു ചോദ്യം ചെയ്യുന്ന ഒരു ലോകം നമ്മുടെ മുമ്പിൽ വരാനുണ്ട്. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതവൻ കാണും, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണും. അണുമണിത്തൂക്കം എന്ന് പറഞ്ഞാൽ എന്താ? അണു എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്ത അത്രയും ചെറിയ അളവിലാണ് നിങ്ങൾ നന്മ ചെയ്തതെങ്കിൽ ആ നന്മ നിങ്ങൾ നാളെ കാണും. കണ്ണുകൊണ്ട് കാണാത്ത അത്രയും നിസാരമെന്ന് തോന്നിപ്പിക്കുന്ന തിന്മ ചെയ്താലും അതും നാളെ പുറത്തു കൊണ്ടുവരുമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ് അല്ലേ? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. അണുമണിത്തൂക്കം ഖൈർ ചെയ്താൽ നിങ്ങൾ അത് കാണും, അണുമണിത്തൂക്കം ഷർറ് ചെയ്താൽ കാണുമെന്ന് അല്ലാഹ് ഖുർആനിൽ പറയുമ്പോ അങ്ങനെ തന്നെയാണ് പരലോകത്ത് സംഭവിക്കുക. അണുമണിത്തൂക്കത്തിന് വില കൽപ്പിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് മാലിക് യൗമിദ്ദീൻ എന്ന് ഓതുന്ന സന്ദർഭത്തിൽ ബാബുൽ ഖൗഫ്, പേടിയുടെ കവാടം. ഒരു മൂമിനായ മനുഷ്യന് പേടിണ്ടാണ്. 5 നേരം ഓർക്കുക, ഇവിടുന്ന് എന്ത് കളിച്ചാലും കൃത്രിമം കാണിച്ചാൽ അളത്തത്തിലോ തൂക്കത്തിലോ കുറവ് വരുത്തുക, സാമ്പത്തിക രംഗത്തെന്തെങ്കിലും കൃത്രിമം കളിക്കുക, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തോന്നിവാസം ചെയ്യുക, എന്ത് ചെയ്താലും പ്രതികാരമുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഈ ലോകത്ത് വെച്ചൊരു കൊമ്പുള്ള കാള ഒരു കൊമ്പില്ലാത്ത കാളയെ കുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്തുള്ള പ്രതികാരം ചെയ്യിപ്പിക്കും. അതിന്റെ ഹിക്മത്ത് എന്താന്ന് പടച്ച റബ്ബിനെന്നെ അറിയണം. നാക്കാലികളാണ്, പക്ഷെ ഇവിടെ കൊമ്പുള്ളൊരു ജീവി മറ്റൊരു ജീവിയെ വേദനിപ്പിച്ചാൽ ആ ജീവികൾക്കിടയിൽ പോലും പ്രതികാരം ചെയ്യിപ്പിച്ചതിന് ശേഷം അവരെ മണ്ണാക്കി മാറ്റുമെന്നാണ്. സ്വർഗം നരകുമില്ല. നാക്കാലികളുടെ ഇടയിൽ വരെ പ്രതികാരമുണ്ടെങ്കിൽ നമ്മളെ കഥ എന്താണ്? ഏതെങ്കിലും ഒരാളെ നാവുകൊണ്ട് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ കൊടുക്കാതെ പറ്റില്ല, പ്രതികാരമില്ലാതെ പറ്റില്ല. യഅമൽ മിസ്ഖാല ദർറ, അണുമണിത്തൂക്കം ചെയ്താൽ അതിന് പ്രതികാരമുള്ള ദിവസമാണ്. 5 നേരം നിന്റെ നാവുകൊണ്ട് പറയാണ് മാലിക് യൗമിദ്ദീൻ, പ്രതികാര ദിവസത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് 5 നേരം ആവർത്തിച്ചാവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും ഒരു പ്രതികാര ദിവസത്തെ പറ്റി ബോധമില്ലാത്ത മനുഷ്യ, നമ്മൾ ബോധമുള്ള മൂമിനാണോ അതോ ഗാഫിലീങ്ങളിലാണോ, അശ്രദ്ധരായ ആളുകളിലാണോ നമ്മൾ പെടുക? പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. 5ാമത്തെ കവാടം ഖൗഫിന്റെ കവാടമാണ്. 6ാമത്തെ കവാടം ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. പടച്ചവനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു റബ്ബേ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാണ്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്, സഹായം അല്ലാഹുവിങ്കൽ നിന്ന് മാത്രമാകുന്നു. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇത് പറയുമ്പോൾ തുറക്കപ്പെടുന്ന കവാടം ബാബുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കവാടമാണ്. നിഷ്കളങ്കതയുടെ ആത്മാർത്ഥതയുടെ കവാടമാണ് തുറക്കപ്പെടുന്നത്. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ മഅരിഫത്തുർ റുബൂബിയ്യത്ത്, റബ്ബിനെ സംബന്ധിച്ചുള്ള ഇലാഹിനെ പറ്റിയുള്ള ബോധം അവനുണ്ടാകുന്നു. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഞാനൊരു എളിയ അടിമയാണ്, നിന്റെ സഹായമില്ലാതെ ഒരു വിരലനക്കാൻ പോലും എനിക്ക് സാധ്യമല്ലെന്നുള്ള ഉബൂദിയ്യത്തിന്റെ മഅരിഫത്ത് അവനിക്കുണ്ടാകുന്നു. അടിമയാണെന്ന തിരിച്ചറിവ്, പടച്ചറബ് ഉടമസ്ഥനാണെന്ന തിരിച്ചറിവ്, ആ 2 തിരിച്ചറിവ് കിട്ടുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുമ്പോഴാണ്. ആ സമയത്ത് ഇഖ്ലാസിന്റെ 6ാമത്തെ കവാടം അവന്റെ മുമ്പിൽ തുറക്കപ്പെടുന്നു. ഇതൊക്കെ നടക്കുന്നത് ഒരു നിസ്കാരത്തിലാണ്. നമ്മളിങ്ങനെ ഈസിയായിട്ട് നിസ്കരിച്ചു പോകുന്ന നിസ്കാരത്തിലാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്. കഴിഞ്ഞില്ല. 7ാമത്തെ കവാടം വളരെ പ്രധാനമാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കേണമേ. 5 നേരം പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയുമോ? ഏത് സമയത്താണ് ഒരു മനുഷ്യന്റെ മനസ്സ് മാറുക എന്ന് പറയാൻ പറ്റില്ല. ഇന്നിങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നാളെ വേറെ കോലത്തിൽ ചിന്തിക്കും, മറ്റന്നാള് വേറെ രൂപത്തിൽ ചിന്തിക്കും. നമുക്കറിയുന്ന എത്രയെത്ര ആളുകളുണ്ട്, അവരെ ചിന്തകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ചിന്തിക്കുന്ന കൽബൊരു വല്ലാത്ത അത്ഭുതമാണ്. അത് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്കെല്ലാം ആകർഷിച്ചു പോവുകയാണ്. ഒരു ഭർത്താവിന്റെ കൂടെ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഭാര്യ ഒരു സുപ്രഭാതത്തിൽ വേറൊരുത്തനെ പരിചയപ്പെടുമ്പോൾ ഒരു രണ്ടാഴ്ചയുടെ പരിചയം മാത്രം വെച്ചുകൊണ്ട് ഓന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന രംഗം നമ്മൾ കാണുകയാണ്. എത്ര ദിവസം സുന്ദരമായി ജീവിച്ചവരാണ്. ആ ഭർത്താവിന്റെ 4 or 5 മക്കളെ നൊന്ത് പ്രസവിച്ചവളാണ്. ആ ഭർത്താവിന്റെ ഭക്ഷണം ഒരുപാട് കാലം കഴിച്ചവളാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പരിചയപ്പെട്ടാൽ അവന്റെ കൂടെ ഇറങ്ങിപ്പോവാൻ, പാതിരാത്രി അവനുമായി ഫോണിൽ ശൃംഗരിക്കാൻ തയ്യാറാവുന്നവർ, അതുപോലെ തന്നെ സ്വന്തം ഭാര്യ മക്കളെ മറന്നുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവൻ, ഇത്തരം ആളുകളെ നോക്കൂ നിങ്ങൾ. എത്ര പെട്ടെന്നാണ് മനസ്സിന് ചാഞ്ചല്യമുണ്ടാകുന്നത്, ചാഞ്ചാട്ടമുണ്ടാകുന്നത്. അതുകൊണ്ട് ഇതേ രൂപത്തിൽ തന്നെ വിശ്വാസത്തിന്റെ കാര്യത്തിലും മറ്റുമൊക്കെ കാണാം. നല്ല മനക്കരുത്തുള്ള എത്രയോ ആളുകൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പടച്ചവനെ, എങ്ങനെ അവർക്കതിന് ധൈര്യം വന്നു എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഉറപ്പിച്ചു നിർത്തണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കേണമേ. നമ്മളൊക്കെ നേരായ മാർഗത്തിൽ തന്നെയാണ്, എന്നാലും എപ്പോഴാണ് തെറ്റാന്നറിയില്ല. അതുകൊണ്ട് 5 നേരം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗത്തിലാക്കണമേ. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കൽബുകൾ എങ്ങനെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളെ മനസ്സിനെ നിന്റെ ദീനിൽ ഉറപ്പിക്കണമേ. അത്തഹിയ്യാത്തുലൊക്കെ നബി ദുആ ചെയ്യാറ്. ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ മുമ്പിൽ തുറക്കപ്പെടുന്ന പ്രാർത്ഥന കവാടമേതാണ്? ബാബു ദുആ, പ്രാർത്ഥനയുടെ കവാടമാണ്. ഏറ്റവും വലിയ കവാടമാണ് പ്രാർത്ഥനയുടെ കവാടം. കുൽമാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളെ പ്രാർത്ഥനയില്ലെങ്കിൽ പടച്ച റബ്ബ് നിങ്ങളെ വിലവെക്കുകയില്ല. നിങ്ങൾ അല്ലാഹു അംഗീകരിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ വിലവെക്കൂല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ചോ, കിട്ടുന്ന ചാൻസിലൊക്കെ പ്രാർത്ഥിച്ചോ.